കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണ രംഗത്ത് LDF-ന് വ്യക്തമായ മേൽക്കൈ ഉണ്ടായിരിക്കെയായിരുന്നു പിണറായി വിജയൻ UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രനെതിരെ പരനാറി പ്രയോഗവുമായി രംഗത്തെത്തിയത്. മണ്ഡലത്തിലെ 3 ഇടങ്ങളിൽ പിണറായി പരാമർശം ആവർത്തിച്ചു. MA ബേബിയുടെ തോൽവിക്ക് പരാമർശവും കാരണമായതായാണ് CPI കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. 10,000-ലേറെ വോട്ടിന്റെ ലീഡ് പ്രതീക്ഷിച്ചിരുന്ന കുണ്ടറയിലും കൊല്ലത്തുമെല്ലാം തിരിച്ചടി നേരിട്ടതിൽ പിണറായിയുടെ പരാമർശം പങ്കുവഹിച്ചതായാണ് CPI കരുതുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ ബാധിക്കാതിരിക്കാനാണ് അന്ന് പരസ്യമായ അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കിയതെന്ന് CPI ജില്ലാ സെക്രട്ടറി R. രാമചന്ദ്രൻ വ്യക്തമാക്കുന്നു. ഒഴിവാക്കപ്പെടേണ്ട ഒന്നായിരുന്നു എന്നുള്ളത് കേട്ട മാത്രയിൽ തന്നെ തോന്നിയതാണ്. പക്ഷെ അപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ളതുകൊണ്ട് ഞങ്ങളാരും അതൊരു വിഷയമാക്കി എടുക്കാൻ ശ്രമിച്ചില്ല. അദ്ദേഹത്തെ പോലുള്ള ഒരാളിനെ ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയും മറ്റൊന്നും ബോധ്യപ്പെടുത്താനൊന്നും നമ്മളാളല്ല. അതൊക്കെ അവരവരുടെ ഒരു ചിന്തയിൽ ഉണ്ടാകേണ്ട വിഷയങ്ങളാണ്. RSPയെ മുന്നണി വിട്ടുപോകാൻ പ്രേരിപ്പിച്ചതാണെന്ന UDF-ന്റെ പ്രചാരണത്തെ മറികടക്കുന്നതിൽ LDF പരാജയപ്പെട്ടു. പ്രേമചന്ദ്രനെ വ്യക്തിപരമായി ആക്രമിച്ചത് UDF-നാണ് ഗുണം ചെയ്തത്. ഇതെല്ലാം പ്രേമചന്ദ്രന് സഹതാപ വോട്ടുകൾ നേടിക്കൊടുക്കാൻ സഹായകരമായതായും CPI വിലയിരുത്തുന്നു. CPIയുടെ കൈവശമുള്ള 3 നിയോജക മണ്ഡലങ്ങളിലും ബേബിക്ക് ലീഡ് നേടിക്കൊടുക്കാൻ സാധിച്ചത് നേട്ടമാണ്. CPM-ന്റെ കൈവശമുള്ള മണ്ഡലങ്ങളിൽ UDF വൻ ലീഡാണ് നേടിയത്. ഇത് അന്വേഷിക്കണമെന്നും മുന്നണി യോഗത്തിൽ CPI ആവശ്യപ്പെടും. PL കിരൺ, മീഡിയ 1, കൊല്ലം.